സാധാരണക്കാരായ നമുക്ക് അറിയാവുന്ന കാര്യമാണ് സ്വർണം വളരെ കാലമായി ഇന്ത്യയിൽ സമ്പത്തിന്റെയും പാരമ്പര്യത്തിന്റെയും സാംസ്കാരിക പ്രാധാന്യത്തിന്റെയും പ്രതീകമാണെന്ന്. പ്രത്യേകിച്ച് സ്വർണ്ണാഭരണങ്ങളുമായി ആഴത്തിൽ വേരൂന്നിയ ബന്ധം പങ്കിടുന്നവർ നമ്മൾ സ്ത്രീകളുമാണ്. ഇന്ത്യൻ ആഘോഷങ്ങളിൽ, പ്രത്യേകിച്ച് വിവാഹങ്ങളിൽ, സ്വർണം ആഘോഷങ്ങളുടെ ഒരു പ്രധാന പങ്കാണ് വഹിക്കുന്നത്. വധുവിന് ആഭരണങ്ങളുടെ രൂപത്തിലായാലും ലളിതമായ സ്വർണ്ണക്കട്ടികളുടെ രൂപത്തിലായാലും സ്വർണം സമ്മാനിക്കാതെ ഒരു ഇന്ത്യൻ വിവാഹം പോലും പൂർത്തിയാകില്ല. സ്വർണത്തോടുള്ള ഈ സാംസ്കാരിക അടുപ്പം ഇന്ത്യൻ സ്ത്രീകളിൽ ഗണ്യമായ തുക ശേഖരിക്കുന്നതിലേക്ക് നയിച്ചിട്ടുമുണ്ട്. പലപ്പോഴും ഇത് തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്നുമുണ്ട്. സ്വർണത്തിന്റെ ഉടമസ്ഥതയിൽ, പ്രത്യേകിച്ച് ഗാർഹിക സ്വർണത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ ഒരു ആഗോള നേതാവായി മാറിയിട്ടുണ്ട്. വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കനുസരിച്ച് ഇന്ത്യൻ സ്ത്രീകൾക്ക് ഏകദേശം 24,000 ടൺ സ്വർണമുണ്ട്. ഇത് ലോകത്തിലെ മൊത്തം സ്വർണ്ണ ശേഖരത്തിന്റെ 11% ആഭരണ രൂപത്തിലാണ് കണക്കാക്കിയിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ സ്ത്രീകളുടെ ഉടമസ്ഥതയിലുള്ള സ്വർണത്തിന്റെ അളവ് ശ്രദ്ധേയവുമാണ്. വാസ്തവത്തിൽ ഇന്ത്യൻ സ്ത്രീകളുടെ കയ്യിലുള്ള മൊത്തം സ്വർണം മുൻനിര രാജ്യങ്ങളിലെ സ്വർണ്ണ ശേഖരത്തെക്കാൾ കൂടുതലുമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്, ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, റഷ്യ എന്നീ രാജ്യങ്ങളുടെ സംയോജിത കരുതൽ ശേഖരം പരിഗണിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ സ്ത്രീകളുടെ ഉടമസ്ഥതയിലുള്ള സ്വർണത്തെക്കാൾ ഇവ എപ്പോഴും കുറവുമാണ്. ഇന്ത്യയിലെ ആദായ നികുതി നിയമങ്ങൾ അനുസരിച്ച് വിവാഹിതരായ സ്ത്രീകൾക്ക് 500 ഗ്രാം വരെ സ്വർണം കൈവശം വയ്ക്കാൻ അനുവാദമുണ്ട്. അതേസമയം അവിവാഹിതരായ സ്ത്രീകൾക്ക് 250 ഗ്രാമിന്റെ പരിധി അനുവദനീയവുമാണ്. പുരുഷന്മാർക്ക് 100 ഗ്രാം വരെ സ്വർണം മാത്രമേ കൈവശം വയ്ക്കാൻ കഴിയൂ. ഇത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ സ്വർണം വഹിക്കുന്ന പ്രധാന പങ്കിനെയും സമ്പത്തിന്റെ പ്രതീകമായും ഭാവിയിലേക്കുള്ള ഒരു സംരക്ഷണമായും സ്വർണത്തിന്റെ സ്ത്രീകളുടെ ഉടമസ്ഥതയിലുള്ള ഗണ്യമായ മൂല്യത്തെയും പ്രതിഫലിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്.